നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. ഹൈദരാലി സംഗീതോത്സവം കേൾവിയുടെ സുഹൃതമായി. പട്ടിണിപാവങ്ങളെയാണ് കരുവന്നൂരിൽ ചൂഷണം ചെയ്തതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ക്ഷേത്രത്തിൽ ഷർട്ടിടണോ വേണ്ടയോ എന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി പിണറായി വിജയനും MV ഗോവിന്ദനും കാണുന്നുവെന്ന് കെ സുരേന്ദ്രൻ. ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം നടത്തി. രമേശ് ചെന്നിത്തലയ്ക്ക് ഒളിയമ്പുമായി കെ മുരളീധരൻ. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ മോഷണ ശ്രമത്തിനിടെ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച അനാവശ്യമാണെന്ന് UDF കൺവീനർ MM ഹസൻ. വാർത്തകൾ വിശദമായി. ഹൈദരാലി സംഗീതോത്സവം കേൾവിയുടെ സുഹൃതമായി. മതഭേദമന്യേ പാടിത്തെളിഞ്ഞവരുടെ വൻനിര ഹൈദരാലി സംഗീതോത്സവത്തിൽ കേൾവിയുടെ സുഹൃതം സമ്മാനിച്ചു. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ ലൈബ്രറി ഹൈദരാലിയുടെ ഓർമ്മദിനത്തിൽ പതിവായി ഒരുക്കുന്ന സംഗീതാർച്ചനയിൽ ഇത്തവണ വൻ പങ്കാളിത്തമായിരുന്നു. കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം തുടങ്ങി വയലിനും പുല്ലാങ്കുഴലുമായി മഹാഗായകന്റെ ഓർമ്മകളെ സംഗീത സാന്ദ്രമാക്കി. കഥകളി പദം പാടി കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് V മുരളി അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം കഥകളി സംഗീത വിഭാഗം മേധാവി കലാമണ്ഡലം ബാബു നമ്പൂതിരിയായിരുന്നു അനുസ്മരണ പ്രഭാഷണം ചെയ്തത്. കഥകളി ഗായകൻ കലാമണ്ഡലം വിനോദ്, സംഗീതജ്ഞൻ ദേശമംഗലം നാരായണൻ, കഥകളി കലാകാരി ഡോക്ടർ ഗായത്രി ശ്രീകുമാർ, മൃദംഗ വിദ്വാൻ സങ്കീർത്തനം മനോജ്, ലൈബ്രറി സെക്രട്ടറി G സത്യൻ, കഥകളി ക്ലബ് പ്രസിഡന്റ് C വേണുഗോപാൽ, ലൈബ്രറി ഭരണസമിതി അംഗം MK ഉസ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പട്ടിണിപാവങ്ങളെയാണ് കരുവന്നൂരിൽ ചൂഷണം ചെയ്തതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കരുവന്നൂരിലെ പട്ടിണിപാവങ്ങളുടെ പണം തട്ടിയെടുത്തവർക്കെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ പുതുതായി നിർമ്മിച്ച BJP ജില്ലാ കാര്യാലയം നവോഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാശക്കോട്ടിനുള്ള ഒരു തിരിയാണ് സുരേന്ദ്രനിവിടെ തെളിയിച്ചങ്ങോട്ട് കിട്ടത്. അപ്പൊ അതിന്റെ ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ട് അതിൽ കടിച്ചു തൂങ്ങി ഞാൻ പൊട്ടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഗർഭം കലക്കിയുമായിരിക്കും ഇവിടെ പൊട്ടാൻ. അതുകൊണ്ടൊന്നും പറയുന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ സമാന മതവിചാര ചിന്താഗതിയുള്ള പടയാളികൾക്കും നല്ല വയറ് നിറച്ച് സുരേന്ദ്രൻ കൊടുത്തിട്ടുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നു. അതിനോട് യോജിക്കുന്ന ഒരു സമൂഹം കേരളത്തില്, അവർക്ക് ഭാരതത്തിലെ അതുപോലെയുള്ള സമാനമായ ചിന്താഗതിയുള്ള വിശ്വാസികൾക്കും എല്ലാം കേരളത്തില് ആ ചിന്താഗതിക്കാർ സനാതന ധർമ്മത്തിന് വമ്പിച്ച പിന്തുണ നൽകിക്കൊണ്ട് തന്നെ ഇതിനുള്ള മറുപടി കൊടുത്തോളൂ. 26-നെ കുറിച്ച് ആർക്കും ആശങ്കയൊന്നും വേണ്ട. ഇവിടെ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് ഞാൻ പറയും, ഇത് തൃശ്ശൂരിങ്ങെടുക്കുക എന്ന് പറഞ്ഞതിന് ഒരു വലിയ അനുഗ്രഹമായി ഈ ക്ഷേത്രം നമ്മളെ സഹായിച്ചുണ്ട്, അനുഗ്രഹിച്ചുണ്ട്.
ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എടുത്തു വാരി കൂട്ടുന്നതിനുള്ള അനുഗ്രഹം കൂടി ഈ കേരളത്തിൽ ഞാനെങ്ങനെയാണ് കാണുന്നത്. എല്ലാത്തിനും ഒരു ദൈവികത ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മളൊക്കെ കണക്കൂട്ടുന്നതിനപ്പുറം വലിയ നിശ്ചയങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിവാഹത്തിന്റെ കാര്യത്തിൽ പറയുന്നത് പോലെ marriages are decided in heaven and so is success. വിജയങ്ങളെല്ലാം അവിടെ കുറിച്ച് വെച്ചിരിക്കുന്നു. ആ വിജയങ്ങളെല്ലാം സംഭവിക്കും. കാലതാമസം ഉണ്ടാവും. ഒന്നിലും തോറ്റ്, രണ്ടിലും തോറ്റ്, മൂന്നിൽ തോൽപ്പിക്കാൻ വന്ന ഒരു ചരിത്രം ഈ ക്ഷേത്രത്തിന് കുറിക്കാനായെങ്കിൽ അതിനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ഇതിന് പൂരം ഉണ്ടാക്കിയിട്ടാണ്, അല്ലെങ്കിൽ കിരീടം ഉണ്ടാക്കിയിട്ടാണ്, ഗോപിയാശാനെ ഉണ്ടാക്കിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് അവർക്ക് ആകപ്പാട് പകർച്ചയാണ്. ജനങ്ങൾ ഇത് വിജയമായി കണ്ടു. ഇത് വിജയമല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ പട്ടിണി പാവങ്ങളുടെ ചോര പണം തുരന്നെടുത്തുകൊണ്ട് പോയവന്മാരെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൃശ്ശൂരിലെ ജനങ്ങൾ വഴി കേരളത്തിലെ ജനത അതിനെയും തുടരും. നിങ്ങൾ ഈ പൂരവും കിരീടവും ഗോപിയാശാനും ഒന്നും സംസാരിക്കാതെ കരിവന്നൂര് മാത്രം സംസാരിക്കും. കരിവന്നൂരിന് മാത്രം നിങ്ങൾ ആ പാവങ്ങൾക്ക് ഉത്തരം നൽകാൻ, സാന്ത്വനം നൽകാൻ നിങ്ങൾ ശ്രമിക്കും എന്ന് ഞാൻ പറയുമെങ്കിലും ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സാന്ത്വനം അവർക്ക് ഏകാനുള്ള ഭാഗ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെ ചെയ്യാൻ സാധിക്കരുത്. കൂടുതലൊന്നും പറയുന്നില്ല. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായാലും തൃശ്ശൂർ ജില്ല ഇന്ന് കേരളത്തിലെ മുഴുവൻ സമ്മതിദായകർക്കും വിവിധ മണ്ഡലങ്ങൾ, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനായാലും ഒരു ആവേശമാണ്, ഒരു സന്ദേശമായിട്ട് അവരത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന നല്ല ശുദ്ധമായ ആത്മാർത്ഥമായ പണിയെടുക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ശീതീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ചൂടുകാലത്ത് കയറി നമുക്ക് ഇരുന്ന് സുഖിക്കാനുള്ളതല്ല എന്ന് പറയുന്ന വലിയ സന്ദേശം കൂടിയുണ്ട്. നല്ലതുപോലെ തൃശ്ശൂരിന് വേണ്ടി എങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൊരുതിയോ അതിൻ്റെ ഒരു 10 ഇരട്ടി എഫേർട്ട് നമ്മൾ പുഷ് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. ആത്മാർത്ഥമായ പ്രയത്നം ഉണ്ടാക്കുന്നതിന് എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനും പോസിറ്റീവ് റിസൾട്ട്സ് മാത്രം നമുക്ക് കൊയ്തെടുക്കുവാനുമുള്ള മനസ്ഥിതി, ക്ലാരിറ്റി ഓഫ് മൈൻഡ്, അത് ഈ ഗൃഹത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം അനീഷും സുരേന്ദ്രനും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ആവേശമായി ഒരു കയ്യടിയിൽ അവസാനിപ്പിച്ച് തീർത്ത് കളയരുത്. ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇട്ടുകൊണ്ട് പോകണോ ഇടാതെ പോകണോ എന്നൊക്കെ ഉള്ളത് അവരവരുടെ കാര്യങ്ങളിലങ്ങ് തീരുമാനിച്ചാൽ മതി. നമ്മുടെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടതില്ല, അത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് മാത്രം അറിയിച്ചിരിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥന. തൃശൂരിൽ NDA ജയിച്ചത് പൂരം ഉണ്ടാക്കിയിട്ടാണ്, കിരീടം ഉണ്ടാക്കിയിട്ടാണ്, ഗോപിയാശാനെ ഉണ്ടാക്കിയിട്ടാണ് എന്നൊക്കെ പറയുന്നത് ആകപ്പാടെ പേടിച്ചിട്ടാണ്. ക്ഷേത്രങ്ങളിൽ എങ്ങനെ കയറണം, എങ്ങനെ ഇറങ്ങണം എന്നെല്ലാം ഭക്തർക്കറിയാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആർക്കും ആശങ്ക വേണ്ട. തൃശൂർ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാരിക്കൂട്ടാനാണ് പോകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJPയുടെ ഏറ്റവും വലിയ കാര്യാലയമാണ് തൃശൂരിൽ മന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. RSS പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് KV ശ്രീധരൻ, C സദാനന്ദൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, A നാഗേഷ്, B രാധാകൃഷ്ണ മേനോൻ, ഷാജുമോൻ വട്ടേക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ഷേത്രത്തിൽ ഷർട്ടിടണോ വേണ്ടയോയെന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി പിണറായി വിജയനും MV ഗോവിന്ദനും കാണുന്നുവെന്ന് K സുരേന്ദ്രൻ. ക്ഷേത്രത്തിൽ ഷർട്ടിടണോ വേണ്ടയോ എന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി പിണറായി വിജയനും MV ഗോവിന്ദനും കാണുന്നതെന്ന് K സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ ഹൈന്ദവരെ ഭിന്നിക്കാൻ എക്കാലവും CPM നടത്തുന്ന ഇടപാടാണ് ഇത്. കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയും. ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമാകാമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ മല കയറാൻ പോയോ എന്ന് അദ്ദേഹം ചോദിച്ചു.
മറ്റു മതങ്ങളുടെ മേൽ കുതിര കയറാൻ പറ്റില്ല. മുഖ്യമന്ത്രി കാന്തപുരത്തിനോടൊപ്പം വേദി പങ്കിട്ടപ്പോൾ എന്തേ എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും പള്ളിയിൽ കയറാൻ അവസരം നൽകണമെന്ന് പറയാഞ്ഞതെന്നും അദ്ദേഹം ചോദിച്ചു. ചുംബന സമരത്തിൽ പോയവരെ സ്ത്രീകളെ ഞാൻ നോക്കി, അവരാരും പോകാൻ കഴിയില്ല. പരസ്യമായിട്ട് കിസ് ഓഫ് ലവ് എന്താണ് അത് നടത്തിയില്ല കൊച്ചിയിൽ. അവരിൽപ്പെട്ട ഒരു ഡിവൈഎഫ്ഐക്കാരിയും ഒരു SFIക്കാരിയും പോകാൻ തയ്യാറില്ല. അവസാനം ആന്ധ്രയിൽ നിന്ന് ഏതോ മനീതി സംഘങ്ങളെ ഈ പിണറായി വിജയന് കൂട്ടിക്കൊണ്ട് വരേണ്ടി വന്നു കേരളത്തിൽ ശബരിമലയിലെ യുവതീ പ്രവേശനം നടത്താൻ പോലീസിന്റെ അകമ്പടിയോടുകൂടി. കേരളത്തിൽ ആരും തയ്യാറായില്ല. കാരണം നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ആചാരങ്ങളും മറ്റു കാര്യങ്ങളൊന്നും തിരുത്താൻ ആൾക്കാർ തയ്യാറാവില്ല. ഞങ്ങൾ തയ്യാറാവും, കേരളത്തിലെ അമ്മമാർ സ്ത്രീകൾ തയ്യാറാവും, അല്ലെ പുരുഷന്മാർ ഷർട്ടിട്ട് പോകാൻ തയ്യാറാവും. പറയേണ്ടവർ പറയട്ടെ, എല്ലാവരും ഒരുമിച്ചിരുന്ന് പറയട്ടെ. എല്ലാവരും ഒരുമിച്ചിരുന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം സ്വീകരിക്കും. കേരളത്തിൽ പുറമേ നിന്ന് ആരും വന്നിട്ടല്ല ഇവിടെ ആചാരങ്ങളെല്ലാം പരിഷ്കരിച്ചത്, നമ്മൾ തന്നെയാണ് പരിഷ്കരിച്ചത്. ഇവിടെ അയിത്തം ഉണ്ടായിരുന്നു, അനാചാരങ്ങളുണ്ടായിരുന്നു, മാറുമറിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല, പലതരത്തിലുള്ള വലിയ ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു. ആരാ പരിഹരിച്ചത്? ഇവിടെ ആരെങ്കിലും വന്നിട്ടാണോ പരിഹരിച്ചത്? ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളും അതുപോലെ മന്നത്താചാര്യനും പണ്ഡിറ്റ് കറുപ്പനും അങ്ങനെ വൈകുണ്ഠസ്വാമികളും അങ്ങനെ നമ്മുടെ നാട്ടിലെ നവോത്ഥാന നായകന്മാർ തന്നെയാണ് അവർ മുൻകൈ എടുത്തതിനെല്ലാം. ആരാ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്, വൈക്കം സത്യാഗ്രഹം നടത്തിയത്, ഈ നാട്ടിലെ അവർണന്മാർക്ക് ക്ഷേത്രപ്രവേശനം പോകണമെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തതിൽ മഹാഭൂരിപക്ഷവും ഇവിടെ സവർണരായിട്ടുള്ള ആളുകൾ തന്നെ, നമ്മുടെ സാമൂഹ്യ നവോത്ഥാന നായകന്മാർ, അവർ തന്നെ മുൻകൈ എടുത്തിട്ടാണ്. നിങ്ങളുടെ സഹായം അതിന് ആവശ്യമില്ല. ഇവിടെ അനാചാരങ്ങളുണ്ടെങ്കിൽ, ഇവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പരിഹരിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കേരളത്തിൽ എന്നല്ല ഈ ഭാരതത്തിലെ സനാതന ധർമ്മ വിശ്വാസികൾക്ക് കൃത്യമായിട്ടുള്ള ശക്തിയുണ്ട്. ആരാണ് പാലിയ വിളംബരം നടത്തിയത്? ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ മാത്രം അല്ല, ക്ഷേത്രത്തിൽ പൂജ ചെയ്യാനും അവർണ സമുദായക്കാരന് അവകാശമുണ്ട് എന്നുള്ളത് ഈ നാട്ടിൽ സ്ഥാപിച്ചെടുത്തത് സനാതന ധർമ്മത്തിന്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. RSSും ഹിന്ദു സമാജത്തിലെ ആൾക്കാരും തന്നെയാണ് അതിന് മുൻകൈ എടുത്തത്. ഒരു വിപ്ലവകാരി ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അവർണ പൂജാരിമാർക്ക് പൂജ ചെയ്യാനുള്ള അവകാശം നിയമപരമായി നേടിക്കൊടുത്തത് കേരളത്തിലെ RSS ആണ്. അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ആരാ പറയുന്നത്? ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ ചെന്ന് നിന്നിട്ട് ആ വിളക്കിനടുത്ത് നിൽക്കുന്നതാണോ നിങ്ങളുടെ ആശാൻ എന്ന് ചോദിച്ച ആളാണ് ചോദിക്കുന്നത് നമ്മളോട്. നമ്മുടെ സ്വന്തം ജില്ലക്കാരനായിട്ടുള്ള ദേവസ്വം മന്ത്രി തീർത്ഥം ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ തീർത്ഥം വാങ്ങിയിട്ട് ഇങ്ങനെ ആക്കിക്കളും കണ്ടില്ലേ നമ്മൾ. ഇവരൊക്കെ വേണം പഠിപ്പിച്ചിട്ട് വേണോ നമ്മൾ ഷർട്ട് അയക്കണോ ഊരണം തിരുവൻ? ഷർട്ട് അയക്കണം എന്ന് പറഞ്ഞാലും ഷർട്ട് ഇടണമെന്ന് പറഞ്ഞാലും സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളിലും പരിഹാരം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചു. എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു വിവാദങ്ങളിലേക്ക് നമ്മുടെ നാട്ടിനെ നയിക്കുന്നത്? പല പ്രശ്നങ്ങളിൽ നിന്ന് ഇവർക്ക് ഒളിച്ചോടണം. മതഭീകരവാദികളുടെ പിന്തുണ കുറച്ചുകൂടി കിട്ടണം. ആചാര പരിഷ്കരണം വൺ വേ ട്രാഫിക്കാണ് കേരളത്തിൽ. അതാണ് നമ്മുടെ ഒരു ഗതികൾ. ഈ വിപ്ലവകാരികളെല്ലാം എല്ലാവരോടും ഈ കാര്യം പറഞ്ഞ പ്രശ്നമില്ല, ഞങ്ങൾ സമ്മതിക്കും. എല്ലാവരോടും പറയില്ല, സനാതന ധർമ്മക്കാരോട് മാത്രം. അവർ ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയാണല്ലോ. സനാതന ധർമ്മക്കാരുടെ നെഞ്ചത്ത് ചെണ്ട കൊട്ടാൻ എല്ലാവരും വരും, മറ്റാരോടും ഒന്നും പറയാനുള്ള ധൈര്യമില്ല. നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ്. ഞാൻ അതിനെപ്പറ്റി കടക്കുന്നില്ല. എല്ലാ സമുദായങ്ങളിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാ സമുദായങ്ങളിലും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥിതിയാണ്. നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് എപ്പോഴും സംസാരിക്കും. ചില സമുദായങ്ങളിൽ സ്ത്രീകൾക്ക് ക്ഷേത്ര ആരാധനാലയങ്ങളിൽ പ്രവേശനമില്ല. നമ്മളാരും പോയിട്ട് അവരെ ഉടനെ പ്രവേശിപ്പിക്കണമെന്ന് പറയുന്നില്ല. എല്ലാ ആരാധനാലയങ്ങളിലും ദേവാലയങ്ങളിലും നിങ്ങൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് നമ്മളാരും പറയാറില്ല. കാരണം ഒരു പരിഷ്കൃത സമൂഹം അങ്ങനെ പറയില്ല. അത് ആ സമുദായത്തിലെ ആൾക്കാർക്കാണ് തോന്നേണ്ടത്. ഞാൻ നോക്കട്ടെ, ഇപ്പോൾ കാന്തപുരത്തിൻ്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇരുന്നില്ല. മുഖ്യമന്ത്രി നിന്നു, കാന്തപുരം ഇരുന്നു. ഒരു വാക്ക് അദ്ദേഹത്തോട് പറയായിരുന്നില്ലേ പള്ളികളിലൊക്കെ യുവതികളെ പ്രവേശിപ്പിക്കണം? പക്ഷെ മുഖ്യമന്ത്രിക്ക് അതിനുള്ള ധൈര്യമില്ല. ഇതിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിന് അതിനുള്ള ധൈര്യമില്ല. ഞാൻ പറയുന്നത് BJP ഒരിക്കലും അത് പറയില്ല. കാരണം എന്താ? BJP എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. മതങ്ങളിൽ പരിഷ്കാരം വേണോ, ആചാരങ്ങളിൽ പരിഷ്കാരം വേണോ, അവർ തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു സിവിൽ നിയമം ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ള ഒറ്റ ഒരു പോയിന്റിൽ മാത്രമാണ് ഞങ്ങൾക്ക് തർക്കമുള്ളത്. എന്താ കാരണം?
സിവിൽ നിയമങ്ങളെ പോലെ തന്നെ ക്രിമിനൽ നിയമങ്ങളെ പോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ വരുമ്പോൾ അതിനെ മതം വെച്ച് നിങ്ങൾ ബാർഗൈൻ ചെയ്യരുത് എന്നുള്ള ഒറ്റ പോയിന്റിൽ ഞങ്ങൾക്ക് തർക്കമുള്ളൂ. സിവിൽ കോഡ് വേണമെന്ന് ഞങ്ങൾ പറയും. എന്താ കാരണം? സ്ത്രീകളെ 3 തലാക്ക് ചൊല്ലി മൊഴി ചൊല്ലുമ്പോൾ നമ്മൾ പറയും അത് നിയമവിരുദ്ധമാണ്, മനസാക്ഷിക്ക് വിരുദ്ധമാണ്, ധാർമ്മിക വിരുദ്ധമാണ്. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീയെ ഒരു കാരണവുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും മൊഴി ചൊല്ലാൻ പാടില്ല. അതിൽ BJPക്ക് ഇടപെടും. അത് BJP ഇടപെടേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളെ സർക്കാർ അത് സുചിന്തിതമായ നിലപാടാണ്. ഞങ്ങൾ സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണങ്ങൾ വരുമ്പോൾ അതിന് മതത്തിൻ്റെ മറ പിടിച്ച് അവരെ ഷീൽഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ എതിർക്കും. അതിനപ്പുറത്ത് മതപരിഷ്കരണവും ആചാര പരിഷ്കരണവും ഒക്കെ അവരുടെ മതം എങ്ങനെ വേണമെങ്കിലും നിർവഹിക്കും. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. പരിഷ്കാരങ്ങൾ ധർമാചാര്യന്മാർ ഒരുമിച്ചിരുന്ന് തീരുമാനിക്കട്ടെ. ശിവഗിരി മഠം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ ആരും ശിവഗിരി മഠത്തിനെ എതിർത്തില്ല. പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കുമ്പോഴേക്ക് വൈകാതെ ഞങ്ങളിത് ഇപ്പോൾ ശരിയാക്കി കളയുമെന്നുള്ള ഒരു നിലപാട് പിണറായി വിജയൻ എടുത്താൽ അത് ശരിയല്ല. ഒരു വിഭാഗത്തിന് മുകളിൽ എപ്പോഴും കുതിര കയറാം എന്നുള്ള ഒരു നില നിങ്ങൾ വെച്ചു പുലർത്തരുത് എന്ന് മാത്രമേ ഞാൻ പറയൂ. സനാതനധർമ്മം അശ്ലീലമാണെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന ബാലിശമാണെന്നും കോടിക്കണക്കിന് ഭാരതീയരെ അപമാനിച്ച നടപടിയിൽ കേസെടുക്കണമെന്നും K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം നടത്തി. ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ദേവീ സാന്നിധ്യമില്ലെന്നും ഏറെ ദോഷങ്ങൾ ഉള്ളതായും അഷ്ടമംഗല്യ പ്രശ്നത്തിൽ കണ്ടെത്തി. മിഥുനം രാശി വ്യാഴം 12-ൽ മറഞ്ഞിരിക്കുകയാണ്. ഇതിനു പുറമെ ഗുളികൻ 7-ലാണ്. ഇത് ദേവിയുടെ അനിഷ്ടമായി സൂചിപ്പിക്കുന്നു. തട്ടകത്തെ ഭവനങ്ങളിൽ അസുഖങ്ങൾ, അസ്വസ്ഥത എന്നിവ സംഭവിക്കാം. പ്രശ്നപരിഹാരങ്ങൾ നടത്തി ദേവിയെ എത്രയും വേഗം പ്രീതിപ്പെടുത്തണമെന്നും പ്രശ്നത്തിൽ കണ്ടെത്തി. ക്ഷേത്രം തന്ത്രി അവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരി രാശിപൂജ നടത്തി. ഗോവിന്ദൻ മാസ്റ്റർ എടപ്പാൾ, രമേശ് പണിക്കർ ആഞ്ഞൂർ, സേതു പണിക്കർ വരവൂർ എന്നിവർ പ്രശ്നവിധിയിൽ പങ്കെടുത്തു. രമേശ് ചെന്നിത്തലയ്ക്ക് ഒളിയമ്പുമായി K മുരളീധരൻ. രമേശ് ചെന്നിത്തലയ്ക്ക് ഒളിയമ്പുമായി K മുരളീധരൻ രംഗത്ത്. ആരെയെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആവില്ല. എല്ലാവരും എല്ലാവരെയും പുകഴ്ത്താറുണ്ട്, ആരെയും ഇകഴ്ത്താറില്ല. എല്ലാ സമുദായങ്ങളും കോൺഗ്രസുകാരെ സ്വീകരിക്കുന്നത് നല്ല കാര്യമാണ്. മുഖ്യമന്ത്രി ആരെന്ന ചർച്ച ചെയ്യാനുള്ള സമയമല്ല ഇത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഉള്ളപ്പോൾ മുഖ്യമന്ത്രി കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. കോൺഗ്രസ് നിയമസഭാ കക്ഷിയാണ് മുഖ്യമന്ത്രി കാര്യത്തിൽ തീരുമാനമെടുക്കാറുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രൂപ്പിന്റെ കാലഘട്ടമൊക്കെ അവസാനിച്ചു. നേതാക്കൾക്ക് സ്ഥാനം കിട്ടാനാണ് ഗ്രൂപ്പ് എന്നുള്ളത് പ്രവർത്തകർ മനസ്സിലാക്കിയിട്ടുണ്ട്. നേതാക്കൾക്ക് അധികാരം കിട്ടുമെന്ന് തോന്നുമ്പോൾ ആളുകൾ കൂടുന്നത് സ്വാഭാവികം. തന്റെ പിന്നിലും ഇങ്ങനെ പലപ്പോഴും ആളുകൾ കൂടിയിട്ടുണ്ടെന്നും K മുരളീധരൻ പറഞ്ഞു. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ മോഷണ ശ്രമത്തിനിടെ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ മോഷണ ശ്രമത്തിനിടെ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മുള്ളൂർക്കര ചെറുപറമ്പിൽ സന്തോഷാണ് പിടിയിലായത്. സ്പെയർ പാർട്സ് കടയിൽ നിന്ന് ചെമ്പുകമ്പികൾ ഉൾപ്പെടെ മോഷ്ടിച്ച് കടത്തുന്നതിനിടെയാണ് നാട്ടുകാർ പിടികൂടിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച അനാവശ്യമാണെന്ന് UDF കൺവീനർ MM ഹസൻ. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച അനാവശ്യമെന്ന് UDF കൺവീനർ MM ഹസൻ. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇപ്പോൾ എന്നും ഹസൻ വ്യക്തമാക്കി. സമുദായ സംഘടനകളുടെ പരിപാടിയിൽ എല്ലാ നേതാക്കളെയും ക്ഷണിക്കാറുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ഹസൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ എണ്ണം നോക്കിയല്ല മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. ഈ അനാവശ്യ ചർച്ചകൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം വിമർശിച്ചു. മുന്നണി വിപുലീകരണ കാര്യത്തിൽ ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും MM ഹസൻ പറഞ്ഞു. വയനാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെ മരണത്തിൽ ഏത് അന്വേഷണവും നടക്കട്ടെയെന്നും ഹസൻ പറഞ്ഞു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞവരാണ് CPMുകാർ. ഇപ്പോൾ ഒരു ആത്മഹത്യ കൊലപാതകമാക്കാനുള്ള ശ്രമമാണ്. പെരിയ കേസ് വിധിയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ആത്മഹത്യയെ കൊലപാതകമാക്കാൻ ശ്രമിക്കുന്നതെന്നും ഹസൻ ആരോപിച്ചു. IC ബാലകൃഷ്ണനെതിരെയുള്ള ആരോപണങ്ങളിൽ അദ്ദേഹം മറുപടി പറയട്ടെ എന്നായിരുന്നു MM ഹസന്റെ പ്രതികരണം. ഒരിടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ്
ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ, ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവൻ്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ, രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. നിലമ്പൂരിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി ആക്രമണ തോത് കുറഞ്ഞു വരികയാണ്. മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത്. ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് പാമ്പ് കടിയേറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. വനനിയമ ഭേദഗതിയിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ജനങ്ങൾക്ക് പ്രായോഗികമായ നിയമങ്ങൾ മാത്രമേ നടപ്പിലാക്കൂ എന്നും മന്ത്രി വ്യക്തമാക്കി. മലപ്പുറം കരുളായി നെടുങ്കയത്ത് പൂച്ചപ്പാറ നഗർ കോളനിയിലെ മണിയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വനപ്രദേശമായ മാഞ്ചേരി വട്ടിക്കല്ല് വെച്ചാണ് ആക്രമണമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു. പ്രാകൃത ഗോത്ര വിഭാഗമായ ചോലനായ്ക്കാർ വിഭാഗത്തിൽപ്പെട്ടയാളാണ് മണി. ക്രിസ്മസ് അവധി കഴിഞ്ഞ് മകൾ മീനയെ പട്ടികവർഗ വികസന വകുപ്പിന്റെ പാലേമാട് ഹോസ്റ്റലിലാക്കി മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. കാർത്തിക്, കുട്ടിവീരൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വയനാട്ടിലെ DCC ട്രഷറുടെയും മകന്റെയും മരണം കൊലപാതകം തന്നെയെന്ന വിമർശനവുമായി EP ജയരാജൻ. വയനാട്ടിലെ DCC ട്രഷററുടെയും മകന്റെയും മരണം കൊലപാതകം തന്നെയെന്ന് വിമർശനവുമായി LDF മുൻ കൺവീനർ EP ജയരാജൻ. വെട്ടുനോക്കി നടക്കുന്നവർ ഇതേക്കുറിച്ച് പറയുന്നുണ്ടോ എന്നും EP രൂക്ഷ ഭാഷയിൽ ചോദിച്ചു. വെട്ടിന്റെ കണക്ക് നോക്കി സിദ്ധാന്തം എഴുതാനാണ് പലർക്കും താല്പര്യമെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി. കഞ്ചാവ് മാഫിയക്കെതിരെ പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകനെതിരെ കള്ളക്കേസ്. കഞ്ചാവ് മാഫിയക്കെതിരെ പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകനെതിരെ കള്ളക്കേസ്. പട്ടാമ്പി സ്വദേശി അലിക്കെതിരെയാണ് തൃത്താല പോലീസ് കള്ളക്കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 31-നാണ് കേസിനാസ്പദമായ സംഭവം. തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചാവേറ്റുപട എന്ന സ്ഥലത്ത് താമസിക്കുന്ന സ്ത്രീയെയും മകനെയും കയ്യേറ്റം ചെയ്തെന്നും മകനോട് ലൈംഗികാതിക്രമം കാണിച്ചെന്നുമാണ് പരാതി. ഇക്കാര്യം ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. അലിയെ കൂടാതെ വേറെ 2 പേരെ കൂടി കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇത് കള്ളക്കേസാണെന്നാണ് കോൺഗ്രസ് നേതാവായ അലി പറയുന്നത്. മേഖലയിൽ കഞ്ചാവ് മാഫിയയുടെ വിളയാട്ടം രൂക്ഷമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി കഞ്ചാവിനെതിരെ ശക്തമായ നിലപാട് അലി സ്വീകരിച്ചിരുന്നു. വിവരങ്ങൾ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പല സ്ഥലത്തും പരിശോധനകളും നടന്നിരുന്നു. എന്നാൽ ഇതിൽ പ്രകോപിതരായ മാഫിയ സംഘം അലിയെ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. അത് നടക്കാതെ വന്നപ്പോഴാണ് അലിക്കെതിരെ കള്ളക്കേസെടുപ്പിക്കാൻ മാഫിയ സംഘം വളഞ്ഞ വഴി സ്വീകരിച്ചത്. എരുമേലി വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ പഠന റിപ്പോർട്ടുകൾ കിട്ടിയ സാഹചര്യത്തിൽ തുടർ നടപടികൾ വേഗത്തിൽ നടക്കുമെന്ന് മന്ത്രി VN വാസവൻ. എരുമേലി വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ പഠന റിപ്പോർട്ടുകൾ കിട്ടിയ സാഹചര്യത്തിൽ തുടർ നടപടി വേഗത്തിൽ നടപ്പാക്കുമെന്ന് മന്ത്രി VN വാസവൻ. യുദ്ധകാല അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ വേഗത്തിൽ പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പുനരധിവാസത്തിന് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നും എരുമേലി വിമാനത്താവളം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. അന്തർദേശീയ നിലവാരമുള്ള സ്കൂൾ കെട്ടിടങ്ങൾ നവകേരളത്തിന്റെ മുഖച്ഛായ മന്ത്രി R ബിന്ദു. അന്തർദേശീയ നിലവാരത്തിലുള്ള കെട്ടിടങ്ങളും അതിനനുയോജ്യമായ സൗകര്യങ്ങളും പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുവാനുള്ള കേരള സർക്കാരിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ ചൂരക്കാട്ടുകര ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന നവകേരളം എന്ന ആശയത്തിന്റെ മുഖച്ഛായയാണ്. അത് ഏറ്റവും തെളിമയുള്ളതാക്കാൻ കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. ആത്യന്തികമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ 2 നിലകളും 5 ക്ലാസ് മുറികളുമാണുള്ളത്. ഉദ്ഘാടന സമ്മേളനത്തിൽ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു.
അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, ഹെഡ്മിസ്ട്രസ് AO ജസീന്ത, PTA അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. എറണാകുളം ചാലക്കയിൽ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മെഡിക്കൽ വിദ്യാർത്ഥിനി മരിച്ചു. എറണാകുളം ചാലക്കയിൽ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മെഡിക്കൽ വിദ്യാർത്ഥിനി മരിച്ചു. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയും കണ്ണൂർ സ്വദേശിയുമായ K ഫാത്തിമ ഷഹാന ആണ് മരിച്ചത്. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ 7ാം നിലയിൽ നിന്നാണ് ഷഹാന വീണത്. ഇന്നലെ രാത്രിയാണ് സംഭവം. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഹോസ്റ്റലിൽ 5ാം നിലയിലാണ് ഷഹാന താമസിക്കുന്നത്. 7ാം നിലയിലുള്ള സുഹൃത്തുക്കളെ കാണാനെത്തിയതാണ്. സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിനിടെ കാൽ വഴുതിയോ പുറകിലേക്ക് മറിഞ്ഞോ വീണതാകാനാണ് സാധ്യതയെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഹൈദരാലി സംഗീതോത്സവം കേൾവിയുടെ സുഹൃതമായി. പട്ടിണി പാവങ്ങളെയാണ് കരുവന്നൂരിൽ ചൂഷണം ചെയ്തതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ക്ഷേത്രത്തിൽ ഷർട്ടിടണോ വേണ്ടയോ എന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി പിണറായി വിജയനും MV ഗോവിന്ദനും കാണുന്നുവെന്ന് K സുരേന്ദ്രൻ. ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം നടത്തി. രമേശ് ചെന്നിത്തലയ്ക്ക് ഒളിയമ്പുമായി K മുരളീധരൻ. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ മോഷണ ശ്രമത്തിനിടെ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച അനാവശ്യമാണെന്ന് UDF കൺവീനർ MM ഹസൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.